നമുക്ക് ഇന്ന് കുറച്ച് RRB POയുടെ പ്രിലിംസിൽ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു പോകാവുന്നതാണ് ഇവിടെ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തുടങ്ങാം? ആദ്യം നമുക്ക് റേഷ്യോയുടെ ക്വസ്റ്റ്യനിലും തുടങ്ങാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ താഴെ കാണാവുന്നതായിരിക്കും. സം എമൗണ്ട് ഇസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ 3 ഫ്രണ്ട്സ്. 3 ഫ്രണ്ട്സ് ഉണ്ട്, A, B, C. ഇവർക്കിടയിൽ എന്ത് ചെയ്യാണ്? കുറച്ച് പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അവിടെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റേഷ്യോ? 7:8:12 എന്ന റേഷ്യോയിലാണ് പൈസ ഡിവൈഡ് ആവുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഷെയർ ഓഫ് സി ഈസ് 20 മോർ ദാൻ ഷെയർ ഓഫ് എ. സോറി, ഷെയർ ഓഫ് സി ഈസ് 20 മോർ ദാൻ ഷെയർ ഓഫ് ബി. സിയുടെ ഷെയർ ബിനേക്കാൾ എന്ത് കൂടുതലെന്നാണ് പറയുന്നത്? 20 രൂപ കൂടുതലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ഓഫ് ബി ആൻഡ് എ, ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടുത്തെ ഡിഫറൻസ് 12 പാർട്ടും 8 പാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 പാർട്ടുണ്ട്. 4 പാർട്ടാണ്. 4 പാർട്ടിന്റെ ഡിഫറൻസ് എത്രയാണ്? 20 തന്നിട്ടില്ലേ? അപ്പൊ 1 പാർട്ടിന്റെ എത്രയായിരിക്കും? 1 പാർട്ട് എന്ന് പറയുമ്പോൾ 20/4 എത്ര ആയിരിക്കും? 5 ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7ഉം 8ഉം തമ്മിൽ എത്ര പാർട്ട് വ്യത്യാസമുണ്ട്? 1 പാർട്ടല്ലേ വ്യത്യാസമുള്ളൂ. ആ 1 പാർട്ട് നമുക്ക് എത്രയെന്ന് കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 5 അല്ലേ നമ്മളെ ആൻസർ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ ചെയ്യാം. ഇനി കുറച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ഇത് പക്ഷെ എന്തിലല്ല? ജനറൽ ഫോമിലല്ല. ഇതിന് നമ്മൾ എന്താക്കണം? ജനറൽ ഫോമിലേക്ക് എടുത്തെഴുതണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? 4x-നെ ഈക്വൽ ടു ഇപ്പുറത്താക്കുക, 8-നെയും ഇപ്പുറത്താക്കുക. അപ്പൊ എങ്ങനെ ഒരു ഇക്വേഷൻ? 4x² പ്ലസ് 8x മൈനസ് 4x എത്രയാവൂടെ? മൈനസ് 4x ആവില്ലേ? 8-നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ എന്ത് വരും? -8 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതിൽ എല്ലാത്തിലും ഒരു 4 കോമൺ ഇല്ലേ? അതിനെ വെട്ടിക്കളഞ്ഞൂടെ? എല്ലാത്തിലെയും 4 കോമൺ. ആ 4 വെട്ടിക്കളയുമ്പോ എന്ത് വരും? x² മൈനസ് x മൈനസ് എന്ത് വരും? 8/4 2 വരും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 2 വരും വരണം, സം ചെയ്യുമ്പോ -1 വരണം. ആരൊക്കെയാണ്? 2 1 അല്ലേ? മൈനസും മൈനസും ആയതുകൊണ്ട് പ്ലസും മൈനസും. ഓക്കെ, നമുക്കത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ജനറൽ ഫോമിലാക്കുക. എന്ത് വരും? y². 2y ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ -2y. അപ്പൊ എന്താവും? 7y. ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് +12. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം വരണം, സം ചെയ്യുമ്പോൾ 7ഉം വരണം. ആരൊക്കെ വരും ഇവിടെ? 4ഉം 3ഉം. ഓക്കെ അല്ലേ? പ്ലസ് പ്ലസ് ആയതുകൊണ്ട് റൂട്ട്സ് എന്തായിരിക്കും? മൈനസ് മൈനസ്. അപ്പൊ ആരുടെ വലുത്? +2 വെച്ച് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ. ഈ -1 വെച്ച് ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? എക്സ് ഗ്രേറ്റർ. അപ്പൊ എന്താ ആൻസർ? എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഓക്കെ, നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യം നോക്കണേ, നമുക്ക് എന്ത് ചെയ്യാം? സമ്മ് ചെയ്യുമ്പോ 28ഉം വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 196 വരണം. ആരായിരിക്കും റൂട്ട്സ്? ഈസി അല്ലേ? 14ഉം 14ഉം അല്ലേ? സമ്മ് ചെയ്യുമ്പോൾ 28ഉം വരുന്നു, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 196 വരുന്നു. മൈനസ് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി വൈയുടെ നോക്കാം. ഈ 169 അപ്പുറത്ത് പോകും. അപ്പൊ +169. y² ഈസ് ഈക്വൽ ടു എന്ത് വരും? 169 വരും. 169 വരെയാണെങ്കിൽ y² ഈസ് ഈക്വൽ ടു 169 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു +or-30 അല്ലേ? +30 and -30. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് വലുത്? എക്സ് അല്ലേ വലുത്? മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് കിടക്കാം. നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്കുക, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ 1 സെക്കൻഡിൽ ചെയ്തു തീർക്കാം. എന്തുകൊണ്ട്? നമുക്ക് കണ്ണു അടച്ച് ഉത്തരം എഴുതാം. എന്താ? x ഈക്വൽ ടു y ഓർ നോ റിലേഷൻ ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ്. കാരണം എന്താണ്? ഇവിടെ എന്ത് വന്നു? മൈനസ് വന്നു. അപ്പൊ ഇതിന്റെ റൂട്ട്സ് എന്ത് വരും? ഒരു റൂട്ട് പോസിറ്റീവ് ആയിരിക്കും, ഒരു റൂട്ട് നെഗറ്റീവ് ആയിരിക്കും എക്സിന്റെ. അതുപോലെ തന്നെ വൈയുടെ എന്ത് സംഭവിക്കും? ഒരു റൂട്ട് പോസിറ്റീവ് ആയിരിക്കും, ഒരു റൂട്ട് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ പോസിറ്റീവിനെ വെച്ച് ഈ നെഗറ്റീവിനെ കമ്പയർ ചെയ്താൽ എന്തായിരിക്കും? എക്സ് ഗ്രേറ്റർ ആയിരിക്കും.
ഈ പോസിറ്റീവിനെ വെച്ച്, അതായത് വൈയുടെ പോസിറ്റീവിനെ വെച്ച് എക്സിന്റെ നെഗറ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ ആരായിരിക്കും? വൈ ഗ്രേറ്റർ ആയിരിക്കത്തില്ലേ? അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഇവിടെ കോൺസ്റ്റന്റിന് രണ്ട് ഇക്വേഷനിൽ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴേ എന്ത് ചെയ്യാം? ഓപ്ഷൻ നോക്കി നേരെ കുത്താം. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് സമയം കളയേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഓക്കെ, ഇത് മനസ്സിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ വന്നു കഴിഞ്ഞു, നോക്കിക്കോ. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടെ? എക്സ് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആഡ് ചെയ്യുമ്പോൾ 11 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 വരണം. പെട്ടെന്ന് നമുക്ക് എന്ത് എഴുതാം? 8 3 അല്ലേ? ഓക്കെ, പ്ലസും പ്ലസും ആയതുകൊണ്ട് എന്തായിരിക്കും ഉത്തരം? മൈനസ് മൈനസ് ആയിരിക്കത്തില്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഇനി വൈ എങ്ങനെയായിരിക്കും? ആഡ് ചെയ്യുമ്പോൾ 26 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരണം? 69 വരണം. 23 3 അല്ലേ? അല്ലേ? പ്ലസ് പ്ലസ് ആയതുകൊണ്ട് മൈനസ് മൈനസ്. ഇനി നോക്കുക, -8 വെച്ച് ഞാൻ ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുക. -8 -23 ആര് വലുത്? എക്സ് വലുത്. -8 വെച്ച് -3 കമ്പയർ ചെയ്ത് ആരുടെ വലുത്? വൈ ആയിരിക്കത്തില്ലേ വലുത്? അപ്പൊ ഇവിടെ എന്ത് കുത്താം നമുക്ക്? എക്സ് ഈക്വൽ ടു വൈ ഓർ നോ റിലേഷൻസ് കാനോട്ട് ബി എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സെക്ഷനിൽ നോക്കാം. ഇവിടെ എന്തുവാ വരുന്നത്? 6x² + 1/2 = 7/2x എന്ന് വരുന്നുണ്ട്. നമുക്ക് ജനറൽ ഫോർമുല ആക്കണമെന്നുണ്ടെങ്കിൽ ഈ 7/2 നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എങ്ങനെ എഴുതും? 6x² - 7/2x + 1/2. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിനോമിനേറ്ററിലെ 2 മാറാനായിട്ട് എന്ത് ചെയ്യുക? ഹോൾ ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഹോൾ ഇക്വേഷൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 12x² - 7x + 1. അപ്പൊ നമുക്ക് എന്താ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 വരണം, സം ചെയ്യുമ്പോൾ 7 വരണം. ഏതായിരിക്കും ആ സംഖ്യ? 4 3. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? കോൺസ്റ്റന്റ് കിടക്കുമല്ലേ? ശരി, സോറി, എക്സിന് കോയിഫിഷ്യന്റ് കിടക്കുമല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസറിനെ അത് വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ 4/12 3/12 എന്ന് വരും. സൈൻ എന്തായിരിക്കും ഇവിടെ? മൈനസ് പ്ലസ് ആയതുകൊണ്ട് പോസിറ്റീവ് പോസിറ്റീവ്, രണ്ടും പ്ലസ് ആയിരിക്കും. ഓക്കെ, ഇനി വൈഡ് കണ്ടുപിടിക്കാം. വൈഡ് എന്താ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആരെ കിട്ടണം? 12 × 2 24 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 വരണം, സമ്മ് ചെയ്യുമ്പോൾ 10 വരണം. ആരുടെ ആ സംഖ്യ? 6 4 അല്ലേ? അപ്പൊ എന്ത് കിട്ടും? വൈന് കോയിഫിഷ്യന്റ്, y² കോയിഫിഷ്യന്റ് 2 ഡിവൈഡ് ചെയ്യുക. സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും? y എന്ത് കിട്ടും നമുക്ക്? 1/2 1/3 എന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? വെട്ടിക്കളഞ്ഞു കൂടി 1/3 1/4 എന്ന് കിട്ടിയില്ലേ? അപ്പൊ ആരുടെ വലുത്? 1/2 1/3 കമ്പയർ ചെയ്ത് ആര് വലുത്? 1/2 വലുത്. 1/3 1/3 നോക്കിയാൽ ആര് വലുത്? രണ്ടും ഈക്വൽ ആണ്. അപ്പൊ y ഫസ്റ്റ് ഇത് മാത്രം കമ്പയർ ചെയ്തപ്പോ നമുക്ക് കിട്ടി y ≥ x കിട്ടി. ഇനി രണ്ടാമത്തെ ക്വാണ്ടിറ്റി കമ്പയർ ചെയ്യാം. 1/3 1/4 കൂടെ കമ്പയർ ചെയ്ത ആരുടെ വലുത്? 1/3 അല്ലേ വലുത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? y ≥ x അല്ലേ വലുത്. ഓക്കെ, അതല്ലേ ആൻസർ? ഇവിടെ y ≥ x ആണ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് അരിത്തമെറ്റിക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് റീഡ് ചെയ്യാവുന്നതാണ്. ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഇവിടെ എന്താ പറയുന്നത്? സെർട്ടൻ സം എന്താ പറയുന്നത്? 20% പെർ ആനത്തില് 28 മാസം, 20% പെർ ആനത്തിൽ 28 മാസത്തേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പൊ എന്ത് കിട്ടും? 7000 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇഫ് ദ സെയിം സം എന്താണെന്ന് പറയുന്നത്? സെയിം സം 20% പെർ ആനത്തിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റില് എത്ര വർഷം? 2 വർഷം ഇട്ടിരുന്നെങ്കിൽ അവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോ ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം എന്താ തന്നിട്ടുള്ളത്? 28 മാസമാണ്. 28 മാസത്തിന് നമുക്ക് എന്താക്കണം? വർഷമാക്കണം. വർഷമാകാൻ /12 കിട്ടുമ്പോ എത്ര വരും? ഇവിടെ 2 4/12 എന്ന് പറയുമ്പോൾ 1/3 വരും. 2 1/3 അതെന്ന് പറയുമ്പോൾ 7/3 എന്ന് വരത്തില്ലേ? 7/3 ഇയേഴ്സ് ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താണ്? P ×
ആർ ഇൻറ്റു പി ബൈ 100. ഓക്കെ, ഇവിടെ പ്രിൻസിപ്പൾ എത്രയാ നമുക്കറിയില്ല, പി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇൻറ്റു റേറ്റ് എത്രയാണ് 20 അല്ലേ. ടൈം നമുക്ക് എത്ര കിട്ടി 7/3 കിട്ടി. ഈ 3 ഡിനോമിനേറ്ററിലല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബൈ 300 എന്ന് ഇട്ടാ പോരെ. ഈസിക്കൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടി 7000 എന്ന് കിട്ടി. ഓക്കെ, ഇതൊന്നും വെട്ടിക്കൂടെ 1000. ഇനി ഏതൊക്കെ വെട്ടാം. ഓക്കെ, അപ്പൊ എത്ര വരും 30,000/2 ആവും. ഇതങ്ങ് ഇപ്പുറത്ത് പോകുമ്പോൾ 30,000 ആവും. 30,000 ഡിവൈഡ് ബൈ 2 ആണ്. അതായത് പി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി 15,000 എന്ന് കിട്ടിയില്ലേ. ഓക്കെ, പ്രിൻസിപ്പിൾ 15,000 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രിൻസിപ്പിൾ നമ്മൾ എവിടെ ഇടുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇടുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എത്ര വർഷത്തേക്കാ 2 വർഷത്തേക്ക് 20% പെർ ആനത്തിൽ ഇടുക. ഓക്കെ, അപ്പോ 20% പെർ ആനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 2 വർഷം ഇട്ടിരുന്ന എത്ര ഇൻട്രസ്റ്റ് ആവൂടെ 20 പ്ലസ് 20 പ്ലസ് 20 ഇൻറ്റു 20/100. ഇതായിരിക്കത്തില്ല അവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ്. എത്ര വരും ഇവിടെ 44% വരും. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഈ 15,000 രൂപയുടെ 44% കണ്ടുപിടിച്ചാൽ പോരെ. നമുക്ക് ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടത്തില്ലേ. അപ്പൊ എത്ര ആയിരിക്കും 15% 2 0 പോയി 180 × 44 44ന്റെ പകുതി 66 6600 രൂപ എന്ന് വരും. ഓക്കെ, അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, അർജുനും ഉണ്ട് ഭവേഷും ഉണ്ട്. അർജുനും ഭവേഷും ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു, ഒരു പാർട്ണർഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എത്ര 5:6 റേഷ്യോയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോ എന്ത് പറയുന്നുണ്ട്, ഇനി പ്രോഫിറ്റ് ആയിട്ട് എത്ര രൂപ അർജുന് കിട്ടി 4000 രൂപ അർജുന് കിട്ടി. ഔട്ട് ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് രണ്ടുപേരും കൂടെ കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ് 9,600 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ടൈമിന്റെ റേഷ്യോ ചോദിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും ഇവിടെ ഇപ്പൊ ഡിവൈഡ് ആയിട്ടുള്ളത്, ഇവരുടെ അർജുന്റെയും ഭവേഷിന്റെയും ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോയിലായിരിക്കും എന്താ പ്രോഫിറ്റ് ഡിവൈഡ് ആയിട്ടുള്ളത്. അപ്പൊ അർജുൻ ഇപ്പൊ 4000 രൂപ കിട്ടിയെങ്കിൽ ടോട്ടൽ കിട്ടിയ എത്രയാണ് 9,600 രൂപയാണെന്ന് അറിയാം. അപ്പൊ ഭവേഷിന് കിട്ടിയ എത്രയായിരിക്കും ഇവിടെ 5,600 അല്ലേ. ഓക്കെ, അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയിലായിരിക്കും ആര് ഡിവൈഡ് ആവുന്നത്, നമ്മുടെ പ്രോഫിറ്റ് ഡിവൈഡ് ആവുന്നത്. അപ്പൊ നോക്കിക്കോ, അർജുൻ എത്ര മാസം കിട്ടുന്ന എടുത്ത് X മാസം കിട്ടുന്ന എടുത്തു, ഭവേഷ് Y മാസം കിട്ടുന്ന എടുത്തു. അപ്പൊ അർജുന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ് 5 × X അല്ലേ. ഭവേഷിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ് 6 × Y അല്ലേ. ഓക്കെ, അതെന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം 4000/5,600 അല്ലേടെ. സീറോസ് വെട്ടിക്കളയാൻ 40 4 എത്ര തവണ 10 തവണ 56 14 തവണ വീണ്ടും വെട്ടുന്ന 5 7. ഇനി എന്ത് ചെയ്യാ 5 വെട്ടിപ്പോയി 7 ഇങ്ങനെ ഇവിടെ വരും, ഇപ്പുറത്ത് വരും. അപ്പൊ 7x = 6y എന്ന് വരും. അപ്പൊ x/y എത്രയുടെ x/y എന്ന് പറയുമ്പോ എന്ത് വരും 6/6:7. ഓക്കെ അല്ലേ. അപ്പൊ ഇതായിരിക്കും അവരുടെ ടൈമിന്റെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഓക്കെ, സോറി, അവരുടെ ടൈമിന്റെ റേഷ്യോ. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു കണക്ക് നോക്കുക. ഇവിടെ പങ്കജ് എന്ന വ്യക്തി എന്ത് ചെയ്തു 7,500 രൂപയ്ക്ക് ഒരു ഐറ്റം പർച്ചേസ് ചെയ്തു. ഇതെന്ത് ചെയ്തു, പുള്ളിക്കാരൻ 24% ലാഭത്തിന് വിറ്റു. എന്നിട്ട് എന്ത് ചെയ്തു, ആ പൈസ കൊണ്ട് അടുത്തൊരു സാധനം വാങ്ങിച്ചു. അവിടെ എന്തുണ്ടായി, പുള്ളിക്കാരന് 20% നഷ്ടം ഉണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ എന്താ ഓവറാൾ ഗെയിൻ ആണോ പുള്ളിക്കാരന്, അല്ലെങ്കിൽ ഓവറാൾ ലോസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ 7,500 വെച്ച് അതിന്റെ 24% പ്രോഫിറ്റ് ഉണ്ട്, പിന്നെ അവിടെ നിന്ന് 20% ഡിക്രിമെന്റ്. ഈ 7,500 വെച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് പോവും, നമ്മുടെ സമയം പോവും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡമ്മി വാല്യൂ എടുക്കുക. സപ്പോസ് 100 ആണെന്ന് ഇരിക്കട്ടെ. 100 ആണെങ്കിൽ 24% ലാഭത്തിന് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും,
ഈ 100 എത്രയാവിടെ? 124 ആവില്ലേ? ആവില്ലേ? ഈ 124 പിന്നെ എന്ത് ചെയ്യുന്നു പുള്ളിക്കാരൻ? 20% നഷ്ടം വരുത്തി അവിടെ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ 124 എന്ത് സംഭവിക്കുന്നു? നഷ്ടം വന്ന് 80% ആവും. 20% നഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് 80% ആവുന്നത്. ഓക്കെ, ഇപ്പോ 12 8 96 4 8 32, അപ്പൊ 99.2 ആവുന്നു. ഓക്കെ, 124 എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇപ്പൊ എത്രയാവുന്നു? 99.2 ആവുന്നു. അങ്ങനെയാണെങ്കിൽ ഓവറാൾ വന്ന ഡിക്രിമെന്റ് എത്ര? ഇവിടെ എന്താ ഇൻക്രിമെന്റ് ആണോ ഡിക്രിമെന്റ് ആണോ സംഭവിച്ചത്? ഡിക്രിമെന്റിൽ സംഭവിച്ചു, കുറയല്ലേ ചെയ്തത്. അപ്പൊ എന്ത് 0.8% എന്ത് സംഭവിച്ചു? കുറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ആരെ കണ്ടുപിടിച്ചാൽ മതി? ഈ 0.8% ഓഫ് 7500 കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ നമ്മൾ 7500 ഇട്ട് ഇവിടെ ഇവിടെ എല്ലാം കൊടുത്ത് ചെയ്യാൻ നിന്നാൽ നമുക്ക് എന്ത് സമയം നമ്മൾ നഷ്ടമാണ്. നമ്മൾ എപ്പോഴും ഡമ്മി വാല്യൂസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ 0.8% ഓഫ് എന്ത് സംഭവിക്കുന്നു? 7500. 0 വെട്ടിപ്പോയി, പെർസെന്റേജ് വെട്ടിപ്പോയി. അപ്പൊ 0.8 into 75 എത്ര വരും? 60 വരും. 60 രൂപ നഷ്ടം ഉണ്ടായവര് ഓവറോൾ. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തായിട്ട് എന്ത് ചെയ്യാം? പൈപ്പ് ആൻഡ് സിസ്റ്റമിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് പറയുന്നു? 3 പൈപ്പ് ഉണ്ട്. എയും ബിയും സിയും ഉണ്ട്. ഇനി എന്താ പറയുന്നത്? അവർ ഫില്ല് ചെയ്ത ടൈം പറയുന്നുണ്ട്. എ 9 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യും, ബി 12 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യും, സി എത്ര? 18 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് പൈപ്പ് എ is open all the time and pipe B and C are working alternative for 1 hour, അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുത്തുകൊണ്ട് ഫില്ല് ആവും? അതായത് എ എപ്പോഴും പണി ചെയ്യും. ഇപ്പൊ എന്റെ കൂടെ ആര് പണി ചെയ്യുന്നുണ്ട്? ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ സി. ഓരോ മണിക്കൂർ ഇടവിട്ട് എന്റെ കൂടെ ആരും വർക്ക് ചെയ്യും? ബിയും സിയും വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് എത്ര സമയം കൊണ്ട് പണി തീർക്കുമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ടോട്ടൽ എത്ര എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ നോക്കുക, ഇവിടെ എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ വർക്ക് ആദ്യം കണ്ടുപിടിക്കുക. 9 12 18 ഇതിന്റെ ഒരു എൽസിയം, എല്ലാത്തിലും പോകുന്ന ഒരു എൽസിയം എത്രയാണ്? 36 ടോട്ടൽ വർക്ക് എന്ന് ഞാൻ എടുത്തു. 36 ടോട്ടൽ വർക്കായിട്ട് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവന്റെ എഫിഷ്യൻസി എത്രയാവും? 4 ആവില്ലേ? ബിയുടെ എഫിഷ്യൻസി എത്രയാവും? 3 ആവില്ലേ? അടുത്ത സിയുടെ എഫിഷ്യൻസി എത്രയാവും? 2 ആവില്ലേ? ഇനി ആദ്യത്തെ മണിക്കൂറിൽ എന്ത് സംഭവിക്കും? എയും ബിയും വർക്ക് ചെയ്യും. രണ്ടാമത്തെ മണിക്കൂറില എയും സിയും ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് എത്ര വർക്ക് തീർക്കും? ഒരു മണിക്കൂർ കൊണ്ട് 7 വർക്ക് തീർക്കും. എയും സിയും കൂടെ ആണെങ്കിലോ 6 വർക്ക് തീർക്കും. ഓക്കെ, അപ്പോ ആദ്യത്തെ മണിക്കൂർ എയും ബിയും വർക്ക് ചെയ്യുമ്പോൾ 7 വർക്ക് തീർക്കും. രണ്ടാമത്തെ മണിക്കൂർ എയും സിയും കൂടെ വർക്ക് ചെയ്ത് 3 മണിക്കൂർ 6 വർക്ക് തീർക്കും. അപ്പോ 2 ഹവറിൽ ഇവർ എത്ര വർക്ക് തീർക്കൂടെ? 13 വർക്ക് തീർക്കത്തില്ലേ? അപ്പൊ 4 മണിക്കൂറിലോ 26 വർക്ക് തീർക്കത്തില്ലേ? ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ഹവറിൽ ആരാണ് കയറുന്നത്? തിരിച്ച് വീണ്ടും എയും ബിയും ആണ് കയറുന്നത്. അവര് 7 വർക്ക് ചെയ്യുമ്പോ എത്ര വരും? 33 വർക്ക് തീർന്നു. ഇനി ബാക്കി അവിടെ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട്? 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട്. ആ 3 വർക്ക് ആരാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? എയും സിയും കൂടെ ചെയ്യും. അപ്പൊ ടോട്ടൽ എത്ര ദിവസം എടുക്കും? 5 ദിവസം എടുക്കും. പ്ലസ് 5 ഡേയ്സ് എടുക്കും. 5 hours ആണ്. അപ്പൊ എന്താ? 5 hours എടുക്കും. അതിന്റെ കൂടെ എന്താ? 3 വർക്ക് ശിഷ്ടം വരും. ആ ശിഷ്ടം വരുന്ന വർക്ക് ആരാ? എയും സിയും കൂടെ 6ാമത്തെ ദിവസം ചെയ്യും. 3/6 എന്ത് വരും? 1/2 വരും. 5 1/2 ദിവസത്തിൽ പണി എന്ത് ചെയ്യും? ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ? ബോട്ടം സ്റ്റേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കുക, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു വ്യക്തി 60 കിലോമീറ്റർ അപ്സ്ട്രീം സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 60 കിലോമീറ്റർ ഡൗൺ സ്ട്രീം എത്ര മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിക്കുന്നത്? ടോട്ടൽ 18 മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? പുള്ളിക്കാരന് 15 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകാനും അതുപോലെ തന്നെ
12 കിലോമീറ്റർ അപ്സ്ട്രീം പോവാനും സെയിം ടൈം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഞാൻ പറയുകയാണ്, ടൈം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസിന്റെയും സ്പീഡിന്റെയും റിലേഷൻ എങ്ങനെയായിരിക്കും? ഇതെന്താ, ഇവിടെ എന്താ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. 12 കിലോമീറ്റർ സഞ്ചരിക്കാനും 15 കിലോമീറ്റർ സഞ്ചരിക്കാനും ഒരേ സമയമാണ് എടുത്തു എന്ന് പറയുന്നത്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ സ്പീഡിന്റെ റിലേഷൻ എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കത്തില്ലേ? അപ്പോ അവരുടെ സ്പീഡ് തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരിക്കും? ഡൗൺ സ്ട്രീം സ്പീഡ് അപ്സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? 15:12 ആയിരിക്കത്തില്ലേ? കിട്ടുമ്പോ എന്ത് കിട്ടും? 5:4 എന്ന് കിട്ടില്ലേ? അപ്പൊ ഡൗൺ സ്ട്രീമിൽ സഞ്ചരിക്കുന്ന സ്പീഡ് 5x അപ്സ്ട്രീമിൽ സഞ്ചരിക്കുന്ന സ്പീഡ് 4x ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ചോദ്യം എന്താണ്? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിലെ സ്പീഡാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ, ഇതൊന്നും ഇക്വേഷൻ ഉണ്ടായി കൂടെ എഴുതിയാൽ നമുക്ക്. അപ്പൊ 60 ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാണ്? 5x പ്ലസ് 60 ഡിവൈഡഡ് ബൈ 4x എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 118 ആയിരിക്കത്തില്ലേ? ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? 12 വരും, 60 4 കൂടെ കിട്ടുമ്പോ 15 വരും. അപ്പോ 27/x നമുക്ക് എത്രയാണ് കിട്ടി? 18 കിട്ടി. ഓക്കെ, അപ്പൊ x എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 3/2 ആയിരിക്കത്തില്ലേ? അപ്പൊ 3/2 ആണ് എക്സ് എങ്കിൽ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കാനുള്ളത്? സ്റ്റിൽ വാട്ടറിലെ ബോട്ടിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കാനുള്ളത്. സ്റ്റിൽ വാട്ടറിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും ഇവിടെ? സ്റ്റിൽ വാട്ടറിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് ബൈ 2 അല്ലേ? ഇവിടെ എന്ത് വരും? 5x പ്ലസ് 4x ഡിവൈഡഡ് ബൈ 2, 9x ബൈ 2. അപ്പൊ ഇവിടെ എക്സിന് വരാൻ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? 3/2 ഇട്ട് കൊടുക്കാം. 9/2 ഇൻറ്റു 3/2 എന്ത് വരും ഇവിടെ? 27/4 വരും. 27/4 എന്ന് പറയുമ്പോൾ എന്താ വരുന്ന? 6 വെട്ടിപ്പോവും, ബാക്കി 3 ശിഷ്ടം 30 എത്ര പ്രാവശ്യം? 4 7 പ്രാവശ്യം, 20 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഓക്കെ, 6.75 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തായിട്ട് നമുക്ക് മിക്സറിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ എന്താ പറയുന്നത്? ഒരു മിക്സ്ചർ ഉണ്ട്. അവിടെ ആരുണ്ട്? മിൽക്കും വാട്ടറും അടങ്ങിയിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ട്. എങ്ങനെയാണ് റേഷ്യോ പോകുന്നത്? 2:1 റേഷ്യോയിൽ മിൽക്കും വാട്ടറും അടങ്ങിയിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ട്. ഇതിന്റെ അകത്ത് നിന്ന് ഈ ടോട്ടൽ ക്വാണ്ടിറ്റി ആര് മാറ്റി? ഞാൻ കോരി മാറ്റി. 40% കോരി മാറ്റി. 40% കോരി മാറ്റിയാൽ ഇനി ഞാൻ ചോദിക്കുന്ന നോക്കുക, മിക്സ്ചറിന് 40% കോരി മാറ്റിയാൽ അവരുടെ റേഷ്യോ മാറൂടെ? മാറുമോ? ഒരിക്കലും മാറില്ല. അവിടെ 40% കോരി മാറ്റുമ്പോഴും മിൽക്ക് ഈസ്റ്റ് വാട്ടർ എന്ത് തന്നെയായിരിക്കും? 2:1 റേഷ്യോ തന്നെ ആയിരിക്കത്തില്ലേ? ഇനി എന്ത് ചെയ്യുന്നു? ഈ 40% കോരി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 liters ഓഫ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. 4 liters ഓഫ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ പുതിയ മിക്സറിൽ മിൽക്ക് ഈസ്റ്റ് വാട്ടർ എത്രയായെന്ന് പറയുന്നുണ്ട്? 3:2 ആയെന്ന് പറയുന്നുണ്ട് ഇല്ലേ? അപ്പോ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ മിക്സർ ആൻഡ് ഫൈനൽ മിക്സർ. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? 2:1 ഇരിക്കെ ഞാൻ എന്ത് ആഡ് ചെയ്തു? 4 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു, വാട്ടർ ആഡ് ചെയ്തു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ എന്ത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ? വാട്ടർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇത് മാറുമോ? മിൽക്ക് മാറുമോ? മിൽക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കത്തില്ലേ ഫൈനലിയും വരുന്നത്? അപ്പൊ ഇവിടുത്തെ 3 പാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 പാർട്ടിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യുക? മുകളിലത്തേനെ ഞാൻ എന്ത് ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ റേഷ്യോനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 6:3 എന്ന് തോന്നുന്നു. ഈ റേഷ്യോനെ ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴെന്ത് വന്നു? 6:4. അപ്പൊ ഇവിടെ വന്ന ഈ ഒരു വ്യത്യാസം അല്ലേടെ 4 ലിറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനലിൽ എത്രയുണ്ട്? ഫൈനൽ മിക്സർ എത്രയായിരിക്കും? 6:4. 10 വരും. 1 പാർട്ട് എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ ആണ്, 40 ലിറ്റർ വരും. ഇനിഷ്യൽ നമുക്ക് ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. നമുക്ക് ഇത് കണ്ടുപിടിക്കാം. 9 പാർട്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? 36 എന്ന് വരും. പക്ഷേ എത്രയോ ഒരു എമൗണ്ട് കോരി മാറ്റിയ എമൗണ്ട് 40% കോരി മാറ്റുമ്പോൾ അല്ലേ ഈ 36 വരുന്നത്. ആദ്യം ഒരു മിക്സർ ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് 40% കോരി മാറ്റിയപ്പോഴാണ് ആര് വന്നത്? 36 വന്നത്.
അങ്ങനെയാണെങ്കിൽ 60% അല്ലേടെ ഈ 36 എന്ന് പറയുന്നത്. അപ്പൊ ഇനിഷ്യലി എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? 1% എന്ന് പറയുമ്പോ എത്ര കിട്ടും നമുക്ക്? എന്ത് ചെയ്യാ? 36/60 കിട്ടില്ലേ? അപ്പൊ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? 100% കിട്ടത്തില്ലേ? ഓക്കെ, 6, 10 ടോട്ടൽ എത്ര? 100% എന്ന് പറഞ്ഞാൽ 60 തോന്നുന്നു. ഇനി ടോട്ടൽ ഡിഫറൻസ് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 60ഉം 40ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയുടെ? 20 ലിറ്റർ. ഓക്കെ, മനസ്സിലായെന്നില്ലേ? അടുത്തതായി നമുക്ക് എന്ത് ചെയ്യാം? ആവറേജിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുന്ന എക്സിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സമയമായി. നോക്കുക, നമ്മൾ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യരുത്? എക്സിറ്റ് നമ്മൾ വേരിയബിൾ ഇട്ട് കണ്ടുപിടിക്കാൻ നോക്കരുത്. നമുക്കൊരു ഷോർട്ട് കട്ട്, ആവറേജിന്റെ കോൺസെപ്റ്റ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് പെന്നും പേപ്പറും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കുക, ഇവിടെ എന്താ 24 പേരുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 പേര് ലീവ് ചെയ്തു പോയി. 2 പേര് ലീവ് ചെയ്ത് പോവുകയും 2 പേര് അവർക്ക് പകരം വരികയും ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആവറേജ് കുറയാണെന്നാണ് പറയുന്നത്. ആവറേജ് 1 കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ പുതിയതായിട്ട് വന്ന എത്ര ഇതുള്ള പേരാണ്? വയസ്സുള്ള പേരാണ്. 7 വയസ്സും 5 വയസ്സും ഉള്ള 2 പേരാണ് ആഡ് ചെയ്തത്. ഇവര് വന്നപ്പോൾ ഇവിടത്തെ ആവറേജ് കുറയണമെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് എന്താ? ഇവരുടെ സം എത്രയാ? 12. ഈ 12 വയസ്സിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കില്ലേ അവരുടെ 2 പേരുടെ സം എന്ന് പറയുന്നത്? ഓക്കെ, എത്ര കൂടുതലായിരിക്കും? 12നേക്കാൾ എത്ര അധികമായിരിക്കും? ടോട്ടൽ 24 പേരുണ്ടായിരുന്നു. അവരുടെ ആവറേജ് 1 കുറഞ്ഞെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ 24 പേരിൽ നിന്നും 1 കുറഞ്ഞു എടുത്തു എന്നുള്ളൊരു ഈക്വൽ ആയിട്ട് 1 എന്ത് ചെയ്തു? കുറഞ്ഞു എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നേരത്തെ ഉള്ളവരുടെ വെയിറ്റ് എന്തായിരിക്കും? 12നേക്കാൾ എന്ത് കൂടുതലായിരിക്കും? 24 കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ ഉള്ളവരുടെ വെയിറ്റ് എത്രയായിരിക്കും? അവരുടെ 2 പേരെയും കൂടെ സം എന്ന് പറയുന്നത് 36 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്? അവരുടെ ഒരാളുടെ ഏജ് എന്ന് പറയുമ്പോൾ ട്വൈസ് ദ അതേഴ്സ് ഏജ് ആണ്. അപ്പോ ആദ്യത്തെ എയും ബിയും ആണെന്ന് ഇരിക്കട്ടെ. എന്റെ ഏജ് അപ്പൊ എത്രയായിരിക്കും? 2ഉം ബിയുടെ ഏജ് എത്രയായിരിക്കും? 1ഉം ആയിരിക്കും. ഈ റേഷ്യോയിലാണ് അവരുടെ ഏജ് ഡിവൈഡ് ആയി പോണത്. ഇനി ചോദ്യം എന്താണ്? ഇവരിൽ മൂത്ത ആളുടെ പ്രായം എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ 3 റേഷ്യോ എന്ന് പറയുന്ന ആരായിരിക്കും? ഇവിടെ 36 ആയിരിക്കും. നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കാനുള്ളത്? 2നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. 1 എന്ന് പറയുന്നത് എത്രയാവും? 12 ആവും. 2 എന്ന് പറയുന്നത് 24 ഇയേഴ്സ്. ഓക്കെ, മനസ്സിലായല്ലോ ഈ കോൺസെപ്റ്റ്? ഇനി ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ആവാം. നോക്കുക, ഒരു എമൗണ്ട് എത്ര 2 വർഷം കൊണ്ട് എത്ര ആയെന്നാണ് പറയുന്നത്? 7200 രൂപയായി. ഇത് എമൗണ്ട് ആണ്, ഒരിക്കലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല. എമൗണ്ട് ആൻഡ് എമൗണ്ട് ഓഫ് മണി ഗ്രോസ് ടു 7200 എന്ന് പറഞ്ഞാൽ ഈ 7200 എന്ന് പറയുന്ന ആരാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല, മറിച്ച് എമൗണ്ട് ആണ്, ടോട്ടൽ എമൗണ്ട് ആണ്. 3 വർഷത്തിൽ ഈ ഇതേ എമൗണ്ട് എത്രയായെന്ന് പറയുന്നുണ്ട്? 8100 ആയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോ 100 രൂപ 10% ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ 1 വർഷം കൊണ്ട് എന്താവും? 110 ആവും. അടുത്ത വർഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 110 രൂപയുടെ ഈ എമൗണ്ടിന്റെ 10% അല്ലേ വർദ്ധിക്കുന്നത്? അങ്ങനെയല്ലേ എടുക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് യൂസ് ചെയ്യണേ. 2ാമത്തെ ഇയറും 3ാമത്തെ ഇയറും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും നോക്കിയേ. 8100 7200 കുറച്ചാൽ എത്ര വരും? 900 റുപ്പീസ്. ഈ 900 റുപ്പീസ് അല്ലേ ഈ 3ാമത്തെ വർഷം നമുക്ക് പലിശയായിട്ട് കിട്ടുന്നത്. ആ പലിശ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ എമൗണ്ടിന്റെ പലിശയായിട്ടല്ലേ കിട്ടുന്നത്. ഓക്കെ, ടോട്ടൽ എമൗണ്ടിന്റെ പൈസ ആയിട്ടല്ലേ കിട്ടുന്നത്. 2 വർഷത്തെ എമൗണ്ടിന്റെ പൈസ ആയിട്ടാണ് 900 റുപ്പീസ് പലിശ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഔട്ട് ഓഫ് ആരാണ്? 7200 അല്ലേ? ഇൻറ്റു 100 കണ്ടുപിടിച്ചാൽ നമുക്ക് ആരെ കിട്ടും? 1 വർഷത്തെ റേറ്റ് കിട്ടത്തില്ലേ? 1/8 കിട്ടും. 1/8 എന്ന് പറയുമ്പോ എത്ര ശതമാനോടെ? 1/8 എന്ന് പറഞ്ഞാൽ 12.5% അല്ലേ? ഓക്കെ, മനസ്സിലായോ ഈ കോൺസെപ്റ്റ്? നമുക്ക് ഇനി ഏജസ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ കാണാവുന്നതാണ്. നോക്കുക, ഇവിടെ എന്താ പറയുന്നത്? 3 years ago സാമിന്റെ ഏജ് എന്ന് പറയുന്നത് 37.5% ഓഫ് റോണിന്റെ ഏജ് ആണ്. ആഫ്റ്റർ 3 years ആവറേജ് ഓഫ് ദർ ഏജ് വിൽ ബി 22.5. 3 വർഷത്തിന് ശേഷം അവരുടെ ആവറേജ് ഏജ് 22.5 ആണെന്നുണ്ടെങ്കിൽ പ്രസന്റ്ലി അവരുടെ ആവറേജ് എത്ര ആയിരിക്കും?
3 വർഷങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ 3 years ആണ്. 3 വർഷങ്ങൾക്ക് ശേഷം 22.5 ആണെങ്കിൽ ഇപ്പൊ പ്രസന്റ്ലി അവരുടെ ആവറേജ് എത്രയായിരിക്കും? 19.5 അല്ലേ? അപ്പോ സാം പ്ലസ് ആരാണ്? സാം പ്ലസ് റോൺ എന്ന് പറയുന്നത് ഇപ്പൊ പ്രസന്റേജിൽ എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടി ആയിരിക്കത്തില്ലേ? ആവറേജ് എന്ന് പറയുന്നത് 19.5 ആണെങ്കിൽ ടോട്ടൽ ഏജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി നോക്കുക. അപ്പൊ എത്ര വരും? 39 വരും. ഇനി ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? 3 years ago സാമിന്റെ ഏജും റോണിന്റെ ഏജും തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം. 3 years ago സാമും റോണിന്റെ ഏജ് ഇങ്ങനെയാണ്. 37.5% ആണ് പറയുന്നത് സാമിന്റെ ഏജ്. അപ്പൊ റോൺ 8 ആണെന്നുണ്ടെങ്കിൽ സാം എത്രയായിരിക്കും? 3 അല്ലേ? ഓക്കെ, ഇത് എത്ര വർഷം മുന്നെയാണ്? 3 വർഷം മുന്നെയാണ്. 3 വർഷം മുന്നേ സാമിന്റെ, ഇത് പെർസെന്റേജ് ആണ്. 3 വർഷം മുന്നേ അപ്പൊ ഇവരുടെ ഏജ് എത്രയായിരിക്കും? സാമിന്റെ ഏജും 3 മൈനസ് ആവും, റോണിന്റെ ഏജും 3 മൈനസ് ആവും. അപ്പൊ ടോട്ടലിൽ നിന്ന് എത്ര മൈനസ് ആക്കണം? നമ്മൾ 6 മൈനസ് ആക്കണം. അപ്പൊ എത്ര വരും? 3 വർഷം മുന്നേ അവരുടെ ഏജ് എത്രയായിരുന്നു? 33 years ആയിരുന്നു. അത് ഈ റേഷ്യോയിലല്ലേ ഡിവൈഡ് ആവുന്നത്? അപ്പൊ 1 റേഷ്യോ, അതായത് 11 എന്ന് പറയുന്നത് 33 ആണ്. അങ്ങനെയാണെങ്കിൽ 1 റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പൊ സാമിന്റെ പ്രായം 3 വർഷം മുന്നേ സാമിന്റെ പ്രായം 9, 3 വർഷം മുന്നേ റോണിന്റെ പ്രായം 24. ഇനി എന്താ പറയുന്നത്? അപ്പൊ ഇവരുടെ പ്രസന്റേജ് എത്രയായിരിക്കും? 3 കൂട്ടുന്ന കാര്യത്തില്ലേ? 12ഉം 27ഉം ആണ് അവരുടെ പ്രസന്റേജ്. ഇനി ചോദ്യം എന്താണ്? ഇഫ് ജോ ഈസ് 5 years യങ്ങർ ദാൻ റോൺ, റോണിനേക്കാൾ 5 വയസ്സ് യങ്ങർ ആണ് ആര്? സോറി, റോണിനേക്കാൾ 5 വയസ്സ് യങ്ങറാണ് ജോ എന്ന് പറയുന്നത്. അപ്പൊ ജോയിന്റെ പ്രായം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. റോണിന്റെ പ്രസന്റേജ് എത്രയാണ്? 27 അല്ലേ? അപ്പോ 27ന്ന് നമ്മൾ 5 കുറച്ച് കൊടുത്താൽ പോരെ? നമുക്ക് റോണിന്റെ പ്രായം കിട്ടത്തില്ലേ? സോറി, ജോയിന്റെ പ്രായം കിട്ടത്തില്ലേ? എത്ര ഇയേഴ്സ് കിട്ടും? 22 years. ഓക്കെ, മനസ്സിലായല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കുക. ഒരു ഡിസോണസ്റ്റ് സെല്ലർ ഉണ്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? 1000 ഗ്രാം സാധനം 16 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് 20 രൂപയ്ക്ക് വിൽക്കുന്നു. ഓക്കെ, പോരാ പുള്ളിക്കാരൻ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാരെ പറ്റിക്കുക. 1000 ഗ്രാം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എത്ര ഗ്രാമേ വിൽക്കുന്നുള്ളൂ? 800 ഗ്രാമേ വിൽക്കുന്നുള്ളൂ. ഇനി ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിവിടെ നിൽക്കട്ടെ. ഞാൻ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? 1 ഗ്രാമിന്റെ വില 16 രൂപയായിട്ട് എടുക്കും. സപ്പോസ് നമുക്ക് എന്തായാലും ഉത്തരം കിട്ടും. നോക്കുക, 1 ഗ്രാമിന്റെ വില 16 രൂപയായിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരനാകെ ചെലവായ എത്ര രൂപയായിരിക്കും ഇവിടെ? പുള്ളിക്കാരന്റെ ചെലവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 800 ഗ്രാമല്ലേ പുള്ളിക്കാരൻ വിൽക്കുന്നുള്ളൂ. 800 ഇൻറ്റു 16 ആയിരിക്കില്ലേ പുള്ളിക്കാരന്റെ ലാഭം? ഓക്കെ, പുള്ളിക്കാരന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും ഇവിടെ? പുള്ളിക്കാരന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ 800 കൊടുക്കുന്നുള്ളൂ, പക്ഷെ നമ്മളത് അറിയുന്നില്ലല്ലോ. പുള്ളിക്കാരൻ ഇപ്പൊ എനിക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയുന്നില്ല ഇത് എത്ര ഗ്രാമാണെന്ന്, 800 ഗ്രാമാണെന്ന്. പുള്ളിക്കാരൻ എന്നെ പറ്റിച്ചുകൊണ്ട് എന്നെ 1 കിലോ ആണ് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്നത്. അപ്പൊ പുള്ളിക്കാരന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എപ്പോഴും എന്തായിരിക്കും? 1000 ഇൻറ്റു 20. 1 ഗ്രാമിന് 20 രൂപ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ എനിക്ക് തരികയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് അല്ലേടെ. അപ്പൊ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എത്രയാ? 800 ഇൻറ്റു 16. അപ്പൊ ഇതായിരിക്കത്തില്ലേ അവിടെ നിന്ന് കിട്ടുന്ന ഇത് ലാഭം? അപ്പൊ ഇത് എത്ര വരും? 20,000 മൈനസ് 16 128. 12,800 ഡിവൈഡഡ് ബൈ 16 128. ഇവിടെ എന്ത് വരും? 7,200 ബൈ 128. 2 വെട്ടിക്കളഞ്ഞ് ഇത് ആരൊക്കെ വെട്ടാം? ഇതിനെ 4 വെച്ചിട്ട് കൂടി നമുക്ക് 4 വെച്ചിട്ടുമ്പോൾ എന്താ സംഭവിക്കും? 18 ഡിവൈഡ് ബൈ 32 അല്ലേ? വീണ്ടും വെട്ടാമല്ലോ. 9 ഡിവൈഡ് ബൈ 16. 9/16 എന്ന് വരും. 9/16 എത്ര ശതമാനം ഉണ്ട്? 900/16 കണ്ടുപിടിച്ചാൽ പോരെ? 5 പ്രാവശ്യം 80 10 ബാക്കി 10 പോകത്തില്ല. 16 80 80 10 ബാക്കി 100 എത്ര പ്രാവശ്യം? 100 വീണ്ടും 100 6 പോകത്തില്ലേ? 96. 4 ശിഷ്ടം 40 എത്ര പ്രാവശ്യം?
2 32 80 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഓക്കെ, അപ്പൊ 56.25% പുള്ളിക്കാരന്റെ ലാഭം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഞാനിവിടെ പെട്ടെന്ന് കാൽക്കുലേഷൻ എനിക്ക് ഈസി ആക്കാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, 1 ഗ്രാമിന് 16 രൂപയും അങ്ങനെ 1 ഗ്രാമിന് 20 രൂപയായിട്ട് എടുത്തത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലാതെ ചെയ്താലും മതി. 1 കിലോയ്ക്ക് 16 ഇട്ട് ചെയ്താലും മതി. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 800 ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 800/1000 നമുക്ക് ഇടേണ്ടി വരും. അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, 1 ഗ്രാമിന് 16 ആയിട്ട് എടുത്തത്. ഓക്കെ, നമുക്ക് 2 മെത്തേഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഉത്തരം കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ പാസ് ചെയ്ത് ചെയ്യാൻ നോക്കാം. ഇതിൽ നിങ്ങളുടെ അപ്രോച്ചും എന്റെ അപ്രോച്ചും നമ്മൾ നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ പാസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് എന്റെ അപ്രോച്ച് നോക്കാം. നോക്കുക, ഇവിടെ എന്താ പറയുന്നത്, 400 കിലോമീറ്റർ ടോട്ടൽ ജേണി ഉണ്ട്. അതിൽ 240 കിലോമീറ്റർ ട്രെയിനിൽ പോവുകയും ബാക്കി എന്ത് ചെയ്യുന്നു, 160 കിലോമീറ്റർ കാറിൽ പോവുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 6 മണിക്കൂർ കൊണ്ട് ഈ ജേണി കംപ്ലീറ്റ് ആവുന്നു. ഇനി സെക്കൻഡ് കേസിൽ എന്താ പറയുന്നത്, 120 കിലോമീറ്റർ ട്രെയിനിൽ പോവുകയും ബാക്കി 280 കിലോമീറ്റർ കാറിൽ പോവുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 8 കിലോമീറ്റർ 8 ഹവർ എടുക്കുന്നു ജേണി തീരാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിന്റെയും കാറിന്റെയും സ്പീഡിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാതെ, 240 ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ സ്പീഡ്, ട്രെയിനിന്റെ സ്പീഡ് ടി ആയിട്ട് എടുക്കുക, പ്ലസ് 160 കാർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ എഴുതാം, 120 ട്രെയിനിന്റെ സ്പീഡ് പ്ലസ് 280 കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 8 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 240-ലും 120-ലും പോകാൻ പറ്റുന്ന ഒരു സ്പീഡ് നമുക്ക് എന്ത് ചെയ്യുക, 2-ൽ ഡിവൈഡ് ആയി പോവുക. ട്രെയിൻ എന്ത് ചെയ്യുക, ട്രെയിൻ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ ട്രെയിനിന്റെ സ്പീഡ് ഞാൻ 60 ആയിട്ട് ഗസ് ചെയ്യുകയാണ്. 60 ആയിട്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് ഇവിടെ 60 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് രണ്ടും വെട്ടിപ്പോയി 4 hours വരും. അങ്ങനെയാണെങ്കിൽ ഈ 4നെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി 6 - 4 2 വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിന്റെ സ്പീഡ് എത്ര വരും, 160/c എന്ന് പറയുന്ന 2 വരികയും കാറിന്റെ സ്പീഡ് 80 എന്ന് വരികയും ചെയ്യും. ഓക്കെ, ഈ കാറിന്റെ സ്പീഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട് കാറിന്റെ സ്പീഡ്. അപ്പൊ 280 കാറിന്റെ സ്പീഡ് 80 ആകുമ്പോഴത്തേക്ക് എന്താണ്, ഡെസിമൽ വരും. ഇവിടെ ഡെസിമൽ ഉണ്ടാ ഇല്ല. അപ്പൊ എന്താണ്, ട്രെയിനിന്റെ സ്പീഡ് 60 ഇട്ടത് തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിനിന്റെ സ്പീഡ് 120 ഇട്ട് നോക്കാം. ട്രെയിനിന്റെ സ്പീഡ് 120 ആണെങ്കിൽ ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയം എത്ര ആയിരിക്കും, 2 മണിക്കൂർ ആയിരിക്കത്തില്ലേ? ബാക്കി 4 മണിക്കൂർ കൊണ്ടായിരിക്കും ആര് സഞ്ചരിക്കുന്നത്, കാറ് സഞ്ചരിക്കുന്നത്. അപ്പൊ കാറിൽ 160 കിലോമീറ്റർ സഞ്ചരിക്കാൻ 4 മണിക്കൂർ എടുത്തെന്ന് വെച്ചാൽ കാറിന്റെ സ്പീഡ് എത്ര ആയിരിക്കും, 40 ആയിരിക്കത്തില്ലേ? ആ 40 നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കാം. കാർ സഞ്ചരിച്ച ദൂരം എത്ര, 280/40, 7 മണിക്കൂർ കിട്ടും. 7 മണിക്കൂർ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ 8 - 7 1 ആവും. അപ്പോഴും 120 അല്ലേ ട്രെയിൻ വരുന്നത്. അപ്പൊ ട്രെയിനിന്റെ സ്പീഡ് നമുക്ക് കൺഫേം ആയി, 120 ആണ് ട്രെയിനിന്റെ സ്പീഡ്. കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 ആണ്. നിങ്ങളുടെ അപ്രോച്ച് ഇപ്പൊ ഏതാണെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യേണ്ടതല്ല, നമുക്ക് എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പേപ്പറും പേനയും പോലും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നോക്കുക, ട്രെയിൻ ഈസ്റ്റ് കാർ എന്ന് പറയുമ്പോൾ എത്ര വരും, ഇപ്പൊ 3:1 വരും. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സും വൈയും ഇട്ട് എന്ത് ചെയ്യരുത്, സോൾവ് ചെയ്ത് സമയം കളയരുത്. വാല്യൂസ് നമ്മൾ ഡമ്മി വാല്യൂസ് ഇട്ട് കൊടുത്ത് ഈ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ കുറച്ച് റോങ് നമ്പർ സീരീസ് നോക്കാം. നോക്കുക, ഇവിടുത്തെ ആദ്യത്തെ സീരീസ് എന്താ, നമ്പേഴ്സ് എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്താ, എല്ലാ അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ലേ ഇവിടെ. അപ്പൊ എന്തായിരിക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വന്നേ, 12 - 18 6, 18 - 30 12. ഇവിടുത്തെ ഡിഫറൻസ് എത്ര, 24 54 തൊണ്ണൂറ്റി നമ്മളുടെ ഡിഫറൻസ് എത്ര, 30 38. എത്ര വന്നേ, 106 വന്നു അല്ലേ. ഓക്കെ, ഇവിടെ നോക്കിക്കോ, 6 12 24. 6ന്റെ ഇരട്ടി അല്ലേ 12, 12ന്റെ ഇരട്ടി അല്ലേ 24. അപ്പൊ ഇവിടെ എന്ത് വരണം, 24ന്റെ ഇരട്ടി 48 വരണം. 48 ഒന്ന് വെച്ച് നോക്കാം. 48 വയ്ക്കുമ്പോ ഇവിടെ എന്ത് പറ്റും, ഇത് 102 ആവില്ലേ.
അപ്പൊ ഈ ഡിഫറൻസ് എത്രയാവും? 102 98 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 96 ആവും. ഓക്കെ, കറക്റ്റ്. അപ്പൊ നമ്മൾ തെറ്റുത്തരം ആരാണ്? 48 96 ആവും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 92 വരെ ആരാണ് വരേണ്ടിരുന്നത്? 102 ആയിരുന്നു വരേണ്ടിരുന്നത്. ആദ്യത്തെ റോങ് നമ്പർ എത്രയാണ്? 92 റോങ് നമ്പർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഇവിടെ എന്താ 250 225 ആയി. അപ്പൊ എന്താ സംഭവിച്ചത്? 25 കുറഞ്ഞു. അടുത്ത എന്ത് സംഭവിച്ചു? 50 കൂടി. വീണ്ടും എന്ത് സംഭവിച്ചു? 100 കുറഞ്ഞു. എന്ത് സംഭവിച്ചു? 200 കൂടി. അപ്പൊ ഇനി പാറ്റേൺ നോക്കുക. 25ന്റെ ഇരട്ടി 50, 50ന്റെ ഇരട്ടി 100, 100ന്റെ ഇരട്ടി 200. അപ്പൊ ഇനി എന്താ ചെയ്യണം? 200ന്റെ ഇരട്ടി 400 എന്ത് ചെയ്യണം? കുറയേണ്ടേ. 375 400 കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? -25 വരേണ്ടത്. ഇവിടെ എന്താ വന്നേക്കുന്നത്? 25. അപ്പൊ ഇവിടുത്തെ റോങ് നമ്പർ ആരാ? 25. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സീരീസ് നോക്കണേ. എല്ലാം എന്താണ്? ഏതാണ് അടുത്തുള്ള നമ്പേഴ്സ് അല്ലേ? ഡിഫറൻസ് ഒന്ന് ട്രൈ ചെയ്യാം. ഡിഫറൻസ് ട്രൈ ചെയ്യുമ്പോ എന്ത് വരും? 47. ഇവിടെ ഡിഫറൻസ് എത്ര വരും? ഇവിടെ 65 അല്ലേ? അത് ഡിഫറൻസ് 38 57 കൂടെ കൂട്ടുന്നത് 95 അല്ലേ? ഇവിടെ ഡിഫറൻസ് എത്ര വരും? 57 88 പോകണമെങ്കിൽ 31 131 അല്ലേ? അടുത്ത എത്ര വരും? 12 61 73 173. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുത്ത് നോക്കാം. നോക്കുക എത്ര വരും? 18. ഇവിടെ എന്ത് വന്നു? 30. ഇവിടെ എന്ത് വന്നു? 36 42. നോക്കുക 30 36 42. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 6ന്റെ കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് അല്ലേടെ? അപ്പൊ ഇവിടെ വരേണ്ടിയിരുന്നത് ആരാണ്? അപ്പൊ 18 ആണോ? 24. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സും ശരിയാണ്. അതായത് ഈ 65 മുതൽ അങ്ങോട്ടുള്ള എല്ലാം ശരിയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടുക. അപ്പോ തൊട്ടിപ്പുറത്ത് ബാക്കിൽ കിടക്കുന്ന നമ്പർ അതാണ് 50 ആണ്. അപ്പോ റോങ് നമ്പർ. ഓക്കെ, മനസ്സിലായോ? നമുക്ക് അടുത്തൊരു സീരീസ് നോക്കാം. ഇവിടെ എന്താ? ഫസ്റ്റ് നമ്പർ നോക്കുക 2 ആണ്. ലാസ്റ്റ് നമ്പർ 1080 ആണ്. അപ്പൊ ഇത് എന്തായിരിക്കും? ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് പറയുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. × 2 4 8 ആണെന്നുണ്ടെങ്കിൽ × 2 8 48 ആണെങ്കിൽ × 6. ഇവിടെ എന്തോ × 5 എത്ര വരും? ഇവിടെ 24 × 6 അല്ലേ? 24 × 6 144. ഓക്കെ, ഇതെന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും. 144. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അവസാനത്തെ ഡിജിറ്റ് 8 ആണെങ്കിൽ എന്തായിരിക്കണം? × 7 ആയിരിക്കണം. ഓക്കെ, അപ്പൊ 5 6 7. അപ്പൊ ഇവിടെ ആരായിരിക്കണം? ഇവിടെ 4 ആയിരിക്കണ്ടേ? ഇവിടെ വരേണ്ടിരുന്നത് 4 ആയിരിക്കണ്ടേ? അപ്പൊ 48/4 നോക്കുമ്പോ ഇവിടെ 12 വരിക. അങ്ങനെയാണെങ്കിൽ 4 3 അല്ലേ 12. ഓക്കെ, 2 × 2 × 3 × 4 ആണ് വരേണ്ടിരുന്നത്. അപ്പൊ 6 തെറ്റ് 8. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് അടുത്തതായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. നോക്കുക, ഇവിടെ റാം എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു ബാഗ് വിറ്റപ്പോൾ 10% നഷ്ടം വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഡമ്മി വാല്യൂ ഇട്ട് കൊടുക്കുക. കോസ്റ്റ് പ്രൈസ് 100x ആണെന്നുണ്ടെങ്കിൽ 10% നഷ്ടം വരുമ്പോ എത്രയാണ് സെല്ലിംഗ് പ്രൈസ് ആവുക? 90x അല്ലേ സെല്ലിംഗ് പ്രൈസ് ആവുക. ഓക്കെ, ഇനി എന്ത് പറയുന്നുണ്ട്? കോസ്റ്റ് പ്രൈസ് 10 രൂപ കുറവായിരുന്നെങ്കിലും കോസ്റ്റ് പ്രൈസ് 10 രൂപ കുറവും സെല്ലിംഗ് പ്രൈസ് 26 രൂപ കൂടുതലും. ഇങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ വിറ്റിരുന്നതെങ്കിൽ എന്ത് സംഭവിച്ചായിരുന്നു? പുള്ളിക്കാരന് 15% ലാഭം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ലാഭം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? എപ്പോഴും കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കത്തില്ലേ? അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 90x + 26 മൈനസ് 100x മൈനസ് ഓഫ്
മൈനസ് മൈനസും കൂടെ ആകുമ്പോ എന്തോ ഇവിടെ പ്ലസ് 10 ആവില്ലേ? ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്ര? 100x മൈനസ് 10. പ്രോഫിറ്റ് എത്രയാന്ന് പറയുന്നുണ്ട്? 15% പ്രോഫിറ്റ് ആണ്. അപ്പൊ 15/100 അല്ലേ? വെട്ടുമ്പോ എന്ത് വരും? 3/20 എന്ന് വരും. സോൾവ് ചെയ്താണ്ടേ 26 10 കൂടെ കൂടുമ്പോ 36 മൈനസ് 90x 100x മൈനസ് ചെയ്താൽ എന്ത് പറ്റും? മൈനസ് 10x വരും. ഡിവൈഡ് ബൈ 100x എന്ന് പറയും. 100x മൈനസ് 10 എന്ന് പറയുന്നത് 3/20. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 300x മൈനസ് 30 ഈക്വൽ ടു 20 × 36 720 മൈനസ് 200x എന്ന് വരും അല്ലേ? ഇനി എന്ത് ചെയ്യാ? ഈ 200x ഇപ്പുറത്ത് കൊണ്ടുപോവാ, 30x അപ്പുറത്ത് കൊണ്ടുപോവാ. ഇവിടെ 500x എന്ന് വരില്ലേ? 500x എന്ന് പറയുന്നത് 750 വരും. നമുക്ക് ആരാണ് കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 100x ആണ്. 500x നമുക്ക് 750 ആണെന്ന് അറിയാം. അപ്പൊ 100x എത്ര ആയിരിക്കും? 100x കണ്ടുപിടിക്കാൻ ഡിവൈഡ് ബൈ 5 ചെയ്താൽ പോരെ? അപ്പൊ എത്ര വന്ന്? 150 രൂപ എന്ന് തോന്നുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇത് കണക്കത്തെ ഇനിയും പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമന്റ് സെക്ഷനിൽ നമുക്ക് ഇനി ഏത് ടോപ്പിക്കാണ് വേണമെന്നുള്ളത് നിങ്ങൾ അറിയിച്ചാൽ അത് കണക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും.